നമസ്കാരം. ടോക്ക് ടുഡേ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം പാകിസ്ഥാനി പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫും അതുപോലെ തന്നെ അവിടുത്തെ മിലിറ്ററി ചീഫായ അസീം മുനീറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ആക്ച്വലി ഇവർ തമ്മിൽ കൈമാറിയ ഒരു ഗിഫ്റ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അസീം മുനീർ തൻ്റെ 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 മിലിറ്ററിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരു വിരുന്ന് സൽക്കാരം, ഒരു ഡിന്നർ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ഷഹബാസ് ഷെരീഫും അസീം മുനീറും തമ്മിൽ കൈമാറിയ ഒരു ഗിഫ്റ്റ്, ആ ഗിഫ്റ്റാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഈ ഒരു ഡിന്നർ പാർട്ടി അസീം മുനീർ ഓർഗനൈസ് ചെയ്തത് അവരുടെ ഓപ്പറേഷൻ ബനിയാൻ അൽ മർസൂസിൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ബദലായിട്ട് അവർ നടത്തിയ ഓപ്പറേഷന് പാകിസ്ഥാൻ കൊടുത്ത പേരാണ് ബനിയാൻ അൽ മർസൂസ്. അത് ഒരു വൻ പരാജയമായ ഒരു ഓപ്പറേഷനാണ്. 8 നിലയിൽ പാകിസ്ഥാനെ പൊട്ടിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് നമുക്ക് മാത്രമല്ല, ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. ഓപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഫേക്ക് ന്യൂസസ് ഒത്തിരി പുറത്തു വന്നെങ്കിലും പാകിസ്ഥാൻ പറഞ്ഞ കള്ളക്കഥകളെല്ലാം വെസ്റ്റേൺ മീഡിയാസും ചൈനയുടെ മീഡിയാസും തുർക്കിയുടെ മീഡിയാസും അതുപോലെ മാക്സിമം പബ്ലിഷ് ചെയ്തെങ്കിലും ഇന്ന് സത്യങ്ങൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയതുകൊണ്ട് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു വളരെ വലിയ നാശത്തിന് കാരണമാക്കിയ ഒരു ഓപ്പറേഷനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഇവർ തമ്മിൽ കൈമാറിയത്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ അതിലവർ പറയുന്നത് ഓപ്പറേഷൻ ബനിയാൻ അൽ മർസൂസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ പിക്ചർ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള കാലമാണ്, എന്ത് വന്നാലും ആൾക്കാർക്ക് അതിൻ്റെ ജെന്യൂനിറ്റി സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവർ ഈ കൈമാറിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബനിയാൻ അൽ മർസൂസുമായി അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ഈ ഗിഫ്റ്റിന് യാതൊരു ബന്ധവുമില്ല. ഇത് ചൈനയുടെ 2019 ഒരു മിലിറ്ററി ഡ്രില്ലുമായി ബന്ധപ്പെട്ട് ചൈന പബ്ലിഷ് ചെയ്ത ഒരു ഓപ്പറേഷൻ്റെ പിക്ചറാണ്. അതിനെ കോപ്പി എടുത്ത് ഫോട്ടോഷോപ്പ് ചെയ്ത് ഈ ചേട്ടന്മാർ തമ്മിൽ കൈമാറിയത്. ജനിക്കുന്ന ഓരോ കുട്ടിയെയും ഇന്ത്യയെ വെറുക്കാൻ പഠിപ്പിക്കുകയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ശൈലി. സ്കൂളുകളിലും കോളേജുകളിലും സത്യമൊന്നും അവരെ പിള്ളേരെ പഠിപ്പിക്കില്ല. കാരണം പാകിസ്ഥാനുമായി ഏകദേശം 4ഓളം യുദ്ധങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ 4 യുദ്ധങ്ങളിലും പാകിസ്ഥാൻ പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് വരെ പാകിസ്ഥാനിലെ ജനത വിശ്വസിക്കുന്നത് 4 യുദ്ധങ്ങളിലും പാകിസ്ഥാൻ വൻ വിജയം നേടി എന്നാണ്. അവിടുത്തെ മീഡിയയിലൂടെയും അതുപോലെ തന്നെ അവരുടെ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലൂടെയും ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്ത് അവരെ ബ്രെയിൻ വാഷ് ചെയ്തതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഇന്ത്യയുമായി നടന്ന എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാനും മേൽക്കോയ്മയുണ്ടായിരുന്നു, പാകിസ്ഥാൻ വിജയിച്ചു വന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം അവിടെ പറഞ്ഞാൽ പോലും അവിടുത്തെ ഒരു ജനവും അത് വിശ്വസിക്കില്ല. കാരണം ഒന്ന്, മെജോറിറ്റിയും ദാരിദ്ര്യരേഖയിൽ കിടക്കുന്ന ജനങ്ങളാണ്. ഒരു മെജോറിറ്റി ആൾക്കാരും ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അവരുടെ ഏക ആശ്രയം അവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ആണ്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫേക്ക് ന്യൂസസ് ആണ് അതിലൂടെ അവന്മാർ പുറത്തേക്ക് വിടുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് അല്ല. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നമുക്ക് പറയാം അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫ് ആണെന്ന് പറയാം. പക്ഷേ ഹീ ഈസ് നോട്ട് എൻ ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ, ഹീ ഈസ് എ സെലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ. അതെന്തുകൊണ്ടാണ് സെലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ കാരണം, പാകിസ്ഥാനിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, അവിടെ ഏത് ഗവൺമെൻറ് വേണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ മിലിറ്ററിയാണ്. പാകിസ്ഥാൻ്റെ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവിടുത്തെ മിലിറ്ററിയുടെ കയ്യിലാണ്. ഇനി അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ്റിന് ആ രാജ്യത്ത് ഒരു റോളുമില്ല എന്നുള്ളതാണ് സത്യം. പാകിസ്ഥാനി ഗവൺമെൻറ്റും മിലിറ്ററിയും അവരെന്ത് ചെയ്താലും അവരുടെ നേട്ടത്തിനാണ് ചെയ്യുന്നത്. അവിടുത്തെ ജനങ്ങൾ നന്നാവണമെന്നോ അല്ലെങ്കിൽ അവിടെ വെൽഫെയർ വേണമെന്നോ ഒന്നും അവർക്ക് ആവശ്യമുള്ള കാര്യമില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മിലിറ്ററി നോക്കിയാൽ നമുക്കറിയാം, അവിടുത്തെ മിലിറ്ററിയിലെ ടോപ്പ് ഒഫീഷ്യൽസ് എല്ലാം തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം ആ രാജ്യം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർ മിലിറ്ററിയിൽ ഇരിക്കുമ്പോൾ, സർവീസിൽ ഇരിക്കുമ്പോൾ പറ്റിച്ച് എത്രമാത്രം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും സമ്പാദിച്ചു കൂട്ടി അത് വിദേശ രാജ്യങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത്, വലിയ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് റിട്ടയർമെൻറ്റിന് ശേഷം
പാകിസ്ഥാൻ വിട്ട് വിദേശ രാജ്യങ്ങളിൽ വളരെ ലക്ഷറിയസ് ലൈഫ് ജീവിച്ചു വരുന്ന ആൾക്കാരാണ് അവിടുത്തെ മുൻ മിലിറ്ററി എന്താ പറയുക, മുൻ ആർമി ചീഫ്മാരായിക്കോട്ടെ, മറ്റു മിലിറ്ററി ഹെഡ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ. ആ രാജ്യം ഇത്രത്തോളം തകർന്ന് തരിപ്പണമാവാൻ കാരണം ഈ മിലിറ്ററിയുടെ എന്താ പറയുക ഓവർ കൺട്രോളാണ്. ആ രാജ്യത്തിൻ്റെ മേലുള്ള ഓവർ കൺട്രോളാണ്. എന്തായാലും ഈ ഒരു പിക്ചർ കാരണം പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ന് ശരിക്കും നാണം കെട്ടിട്ടുണ്ട്. ചൈനയുടെ ഒരു മിലിറ്ററി ഡ്രില്ലിൻ്റെ പഴയ ഒരു 2009 ഒരു പഴയ ഒരു പിക്ചർ എടുത്തിട്ട് അത് അവരുടെ ഓപ്പറേഷൻ ബനിയൻ അൽ മർസൂസിൻ്റെ പിക്ചറാണെന്നുള്ള രീതിയിൽ അത് പ്രിന്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, ഇനി ഈ ഗിഫ്റ്റ് അസീം മുനീർ ഷെഹബാസ് ഷെരീഫിന് കൊടുത്തതാണോ, ഷെഹബാസ് ഷെരീഫ് അസീം മുനീറിന് കൊടുത്തതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു പിക്ചർ പാകിസ്ഥാനിൽ നടക്കുന്ന എന്ത് കാര്യത്തിനും ഒരു ക്ലിയർ പിക്ചർ ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ആർക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണെന്ന് ഇതുവരെയ്ക്കും നമുക്ക് പറയാം. കാരണം ഓരോ ന്യൂസ് മീഡിയാസും വെവ്വേറെ രീതിയിലാണ് ഇത് പറയുന്നത്. ചില മീഡിയ പറയുന്നത് അസീം മുനീർ ഷെഹബാസ് ഷെരീഫിന് കൊടുത്ത ഗിഫ്റ്റ് ആണെന്ന്, ചിലർ പറയുന്നത് ഷെഹബാസ് ഷെരീഫ് അസീം മുനീറിന് കൊടുത്ത ഗിഫ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആർക്ക് കൊടുത്ത ഗിഫ്റ്റ് ആയാലും 2019 ചൈനയുടെ ഒരു മിലിറ്ററി ഡ്രില്ലിൻ്റെ ഫോട്ടോ കോപ്പി അടിച്ച് ഫോട്ടോഷോപ്പ് ചെയ്ത് അത് നമ്മൾ നേടിയ വിജയത്തിൻ്റെതാണെന്നും പറഞ്ഞ് ആഘോഷിച്ച് ഗിഫ്റ്റായിട്ട് കൈമാറാൻ തൊലിക്കട്ടി പാകിസ്ഥാനിലുള്ള ഈ ചേട്ടന്മാർക്കുള്ളതുപോലെ വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു ജനത അല്ലെങ്കിൽ ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത്. അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പണം, കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നാട് നന്നാക്കണമെന്നോ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ ഒരു 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 എന്താ പറയുക അങ്ങനെയുള്ള ഒരു കാര്യവും പാകിസ്ഥാനിലെ ഭരണകൂടത്തിൻ്റെ വിഷയമല്ല. കാരണം പാകിസ്ഥാനി മിലിറ്ററിക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ ഹേറ്റഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീർ എന്ന് പറയുന്ന ഒരു വിഷയം ഇത്രയും വലുതായിട്ട് പൊലിപ്പിച്ച് കാട്ടിയില്ലെങ്കിൽ പാകിസ്ഥാനി മിലിറ്ററിക്ക് പാകിസ്ഥാനിൽ പിന്നെ എന്ത് റോളാണ്? അങ്ങനെയായാലും പാകിസ്ഥാനിലെ ജനത മിലിറ്ററിക്കെതിരെ തിരിയുമെന്ന് അവിടുത്തെ മിലിറ്ററിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനും നന്നായി അറിയും. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മിലിറ്ററി ഹെഡ്സ് വന്നിട്ട്, അത് എയർഫോഴ്സ്, ആർമി, നേവി, അവർ വന്നിട്ട് അതിൻ്റെ ബ്രീഫ് മീഡിയയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കോപ്പി ചെയ്ത് പാകിസ്ഥാന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ എന്താ പറയുക പ്രസ് മീറ്റിൽ നമ്മുടെ മിലിറ്ററി ചീഫ്സ് വന്നിട്ട് അവർ ചെയ്ത പ്രസൻറ്റേഷനിൽ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, വീഡിയോസ് ഉണ്ടായിരുന്നു, ഒക്കെ അവർ പബ്ലിക്കിൻ്റെ മുന്നിൽ അവർ പ്രസൻറ്റ് ചെയ്തു. എന്നാൽ ഇതിൻ്റെ കോപ്പിയായിട്ട് പാകിസ്ഥാനിലുള്ള പാകിസ്ഥാനി മിലിറ്ററി ഹെഡ്സ് വന്ന് ചെയ്ത ആ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു PPT പ്രസൻറ്റേഷനും ആരോ എഴുതി കൊടുത്ത ഒരു ഫേക്ക് സ്ക്രിപ്റ്റുമാണ് അവന്മാരവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് കോപ്പി അടിച്ച് അല്ലെങ്കിൽ ആ സാധനം അതുപോലെ പബ്ലിഷ് ചെയ്യാൻ വെസ്റ്റേൺ മീഡിയാസ് വളരെയധികം താല്പര്യം കാണിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ മീഡിയാസ് പുറത്തു കൊണ്ടുവരുന്ന യഥാർത്ഥ ന്യൂസസിനേക്കാളും കൂടുതൽ പാകിസ്ഥാൻ പുറത്തുവിട്ട ഫേക്ക് ന്യൂസസിനെയാണ് വെസ്റ്റേൺ മീഡിയാസ് കൂടുതലും അവരെ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇന്ത്യ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്ന പല രാജ്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സ് അല്ല. അവർ നമ്മുടെ നാശം മാത്രം കൊതിക്കുന്ന ആളുകളാണ്. എന്തായാലും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫിൻ്റെയും അവിടുത്തെ ആർമി ചീഫ് അല്ലെങ്കിൽ അവിടുത്തെ ഫീൽഡ് മാർഷലിൻ്റെയും ഈ ഈ ഈ ഫേക്കായിട്ടുള്ള ഈ ഗിഫ്റ്റ് കൈമാറിയത് അവർ സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു എന്താ പറയുക ഒരു 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 അപമാന വിഷയമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു യുദ്ധം പൂർണ്ണമായും പരാജയപ്പെട്ടിട്ട് മോർ ദാൻ 7,000 മില്യൻ്റെ ലോസാണ് പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ലോസ് ഉണ്ടായ ഒരു വോർ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ 20% അവർക്ക് ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട ഒരു രാജ്യം, ഒരു യുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു രാജ്യം ഇപ്പോഴും ഞങ്ങൾ വിജയിച്ചു എന്നും പറഞ്ഞ് ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാകിസ്ഥാനികൾക്കല്ലാതെ ഇത്രയും തൊലിക്കെട്ടി വേറെ ആർക്കും ഉണ്ടെന്ന്